ലാസർ മരിച്ചു. 4 ദിവസം കഴിഞ്ഞു. 4-ാമത്തെ ദിവസം ഈശോ ലാസറിന്റെ ശവകുടീരത്തിങ്കിൽ വരുന്നതിന് മുമ്പ് നടന്ന് ലാസറിന്റെ വീട്ടിൽ വന്നു. സഹോദരിയോട് ചോദിച്ചു, എവിടെയാണ് ലാസറിനെ അടക്കിയത്? അപ്പോൾ സഹോദരി പറഞ്ഞു, അങ്ങനെ കൈ ചൂണ്ടി പറഞ്ഞിട്ടുണ്ടാവും, അവരുടെ വീടിന്റെ ഒരു സൈഡിലേക്ക് നോക്കി, ഇതാ അവിടെ. അപ്പോൾ ഈശോ വീട്ടിൽ പോലും കയറുന്നതിന് മുമ്പ് നേരെ നടന്ന് ലാസറിനെ അടക്കിയിരിക്കുന്ന കല്ലറയുടെ അടുത്തു പോയി നിന്നു. ആളുകൾ ഒപ്പം വന്ന് നിന്ന് കാണും. ഈശോ പോയത് എന്തിനാണ്? 4 ദിവസം മുമ്പ് മരിച്ചുപോയ, ഇപ്പോൾ അടക്കിയിരിക്കുന്ന കല്ലറയ്ക്കകത്തുള്ള, മരിച്ച് മണം പിടിക്കാൻ തുടങ്ങിയിട്ടുള്ള, വികൃത രൂപമാകാൻ സാധ്യതയുള്ള അവസ്ഥയിൽ കിടക്കുന്ന ലാസറിനെ പുറത്തു കൊണ്ടുവരാനാണ്. ഈശോ അവിടെ നിന്നു. ഈശോ അവിടെ നിന്നിട്ട് ഈശോ കണ്ടതെന്നറിയോ? ലാസറിനെ അടക്കം ചെയ്ത കല്ലറയുടെ മുകളിൽ ഇതാ ഒരു വലിയ കല്ല് എടുത്തു വച്ചിരിക്കുന്നു. ഇനി വളരെ ശ്രദ്ധിക്കണം. ഈശോ അവിടെ ചെന്നത് കല്ല് മാറ്റാനല്ല, വേറെ ഒരു കാര്യം ചെയ്യാനാ ചെന്നേ. ഈശോ അവിടെ നിന്നിട്ട് പറഞ്ഞതാണ്, ലാസറിനോടല്ല, 39-ാമത്തെ വചനമാണ്, 11-ാം അധ്യായം 39-ാമത്തെ വാക്യം. യേശു ലാസറിനെ അടക്കിയിരിക്കുന്ന കല്ലറ കണ്ടു. കല്ലറയുടെ മുകളിൽ ഒരു കല്ല് വച്ചിരിക്കുന്നത് കണ്ടു. അവിടെ നിന്നവരോട് പറഞ്ഞു, ആ കല്ല് അങ്ങ് മാറ്റാൻ പറഞ്ഞു. ശരിക്കും ശ്രദ്ധിക്കണം, ഈശോ വന്നത് കല്ല് മാറ്റാനല്ല. ഈശോ പറഞ്ഞെന്നറിയോ? ആ കല്ലിലേക്ക് നോക്കിയിട്ട് ആ കല്ല് മാറ്റണം. ആളുകൾ ചോദിച്ചില്ല, എന്ത്? നമ്മൾ ആരെങ്കിലും അവിടെ ഉണ്ട് ചോദിക്കില്ലേ? പിന്നെ 4 ദിവസം കഴിഞ്ഞ ഒരാള് കല്ലും മാറ്റിയാൽ ഇപ്പൊ അത്ഭുതം നടക്കാൻ പോവല്ലേ? ഇപ്പൊ കല്ലാണോ പ്രശ്നം? ഈശോ ഇങ്ങനെ പറഞ്ഞില്ല, എന്നാൽ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു സൈഡിൽ പിടിച്ച് ഞാൻ ഇപ്പുറത്തെ സൈഡിലൊന്ന് പിടിക്കും, കല്ലൊന്നും അങ്ങോട്ട് മാറ്റിക്കേടാ. അങ്ങനെ പറഞ്ഞില്ല. ഈശോ തൊട്ടുപോലുമില്ല ആ കല്ലേല്. ഈശോ പറഞ്ഞു, ആ കല്ല് എടുത്തു മാറ്റണം. തരിയോട് ഇടവകയിലെ 400-500 വീട്ടുകാരുള്ള അതിൽ ഏറെക്കുറെ ആളുകൾ ഇവിടെ പങ്കെടുക്കുകയാണ്. ഈ ശബ്ദപരിധിക്കുള്ളിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും വീടിന്റെ മുമ്പിൽ, ജീവിതത്തിന്റെ മുമ്പിൽ ഈശോ വന്ന് നിൽക്കും, സത്യമായി നിൽക്കും. നിന്നതിന് ശേഷം നിങ്ങളോട് വ്യക്തിപരമായി ഈശോ ചൂണ്ടിയിട്ട് പറയും, ഇതാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തി നിൽക്കുന്ന ഒരു കല്ലിരിപ്പുണ്ടല്ലോ, അത് അവിടെ നിന്ന് എടുത്ത് മാറ്റണം. അതെടുത്ത് മാറ്റാൻ പറയും. അപ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട്. കല്ല് മാറ്റാൻ പറയുമ്പം നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് മാറും. കാരണം നമ്മൾ ആരും വേണമെങ്കിൽ ധ്യാനം കൂടാൻ പറഞ്ഞാൽ ഡിവൈനിൽ പോയൊരു ധ്യാനം കൂടിക്കുക ചേട്ടായി, ധ്യാനം കൂടാൻ പോകും. അട്ടപ്പാടി സെഹിയോനിൽ പോയി നല്ലൊരു ധ്യാനം കൂട്, നമ്മൾ പോകും. മക്കിയാട് ജോയച്ചനടുത്ത് പോയൊരു ധ്യാനം കൂട്, നമ്മൾ പോകും. എന്തിനാ പോകുന്നത്? കല്ല് മാറ്റാനല്ല. 1000 പേര് പ്രാർത്ഥന ചോദിച്ച് വിളിച്ചാൽ ഒരാൾ പോലും ചോദിക്കില്ല, അച്ഛാ വിശുദ്ധിയോടെ ജീവിക്കാൻ അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം, പറയില്ല. കാര്യങ്ങൾ നടക്കണം. കാര്യങ്ങൾ നടക്കാൻ ഈശോ എന്താ പറഞ്ഞത്? കല്ലെടുത്തു മാറ്റണം. എന്താ കല്ല്? ഇവിടെ ഇരിക്കുന്ന അനേകരുടെ ജീവിതത്തെ നോക്കി ഈശോ മനുഷ്യന്റെ ഭാഷയിൽ പറയും, ഒരു കല്ലിരിപ്പുണ്ടല്ലോ, ആ മദ്യപാനം കുറെ നാളായില്ലേ, ഈ കുടിയും നടപ്പും, ആ കല്ല് മാറ്റാൻ സമയമായി കേട്ടോ. പുകവലിച്ച് നടക്കുന്ന, പല്ലും കറ പിടിപ്പിച്ച് മീശയും ചെമ്പിച്ച് നടക്കുന്ന, പുകയടിച്ച് പുക വിട്ട് നടക്കുന്ന ആളുകളോട് ഈശോ പറയും, അത് നിർത്താൻ സമയമായി. വലിച്ച് കൊതി തീർന്നില്ലേ? ബീഡി വലിച്ചാൽ 3 ഗുണമുണ്ട് കേട്ടോ. ബീഡി വലിച്ചാൽ എത്ര ഗുണമുണ്ട്? ബീഡി വലിച്ചാൽ 3 പ്രത്യേക ഗുണങ്ങൾ. 1, കറ പിടിച്ച പല്ല്, വെരി ഗുഡ്. 2, ചെമ്പിച്ച മീശ, വെരി ഗുഡ്. അടുത്ത ഗുണമാണ് എനിക്കിഷ്ടപ്പെട്ടത്. ബീഡി വലിച്ചാൽ ഒരു 65 വയസ്സ് കഴിയുമ്പോൾ ബീഡി വലിക്കാതെ തന്നെ വലിക്കാം. പലരും വലി തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ വലിക്കും? ഞാനൊരു വീട്ടിൽ വികാരിയച്ഛൻ പറഞ്ഞിട്ട്, അച്ഛൻ പറഞ്ഞു ഒന്ന് അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചാൽ ഭയങ്കര അസ്വസ്ഥതയാണ്. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ വികാരിയച്ഛനോട് പറഞ്ഞു, വികാരിയച്ഛൻ പറയുവാണെങ്കിൽ ഞാൻ പോകും. ഞാൻ ചെന്നപ്പോൾ ആ പോയ വഴിക്ക് മകൻ എന്നോട് പറയുകയാണ്, നല്ല മരണം കിട്ടാൻ അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ വിചാരിച്ചെന്നറിയോ, 98 വയസ്സായൊരു മനുഷ്യനായിരിക്കും എന്നാണ് വിചാരിച്ച് ആ ഒരു ഭാവനയിൽ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പം ഞാൻ നോക്കിയുണ്ട് 17 വയസ്സൊക്കെ നല്ല ആരോഗ്യമുണ്ട്, പക്ഷേ ഒരു ഭാഗം തളർന്ന് കട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൻ
കല്യാണം കഴിച്ച ഭാര്യ അപ്പുറത്തെ മുറിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഭർത്താവിനോട് പറയുന്ന പോലെ എന്നോട് പറയാണ്, മടുത്തു. എങ്ങനെ മടുത്തു? അച്ഛോ, രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. 12 മണിയാകുമ്പം 1 മണിയാകുമ്പോഴും. ഞങ്ങളോട് അയൽവാസി പറഞ്ഞിട്ടുണ്ട്, ജനലും വാതിലും കൃത്യമായിട്ട് അടച്ചോണം കേട്ടോ. അഥവാ ചൂട് കാരണം ജനൽ അടച്ചിട്ടുള്ള അപ്പുറത്തെ വീട്ടുകാർ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ആരായിരുന്നു ഇയാൾ? ഇദ്ദേഹം ബീഡി വലിച്ച് സാധാരണ ആളുകൾ മൂക്കിക്കൂടെയും വായിക്കൂടെയും പുകവിട്ടുള്ള പുള്ളി വളരെ മിടുക്കനായതുകൊണ്ട് ചെവി വരെ പുകവിട്ടയാളാണ്. ചെവിക്കകത്തോട് വരെ പുകവിട്ട വീര ശൂര പരാക്രമിയാണ്. ഇന്ന് 65 വയസ്സ് കഴിഞ്ഞപ്പോൾ ആലുവ പുകയില്ല, അടുപ്പ് പോലെ വെറും വലി മാത്രമേ ഉള്ളൂ, പുക ഇല്ല. സൗണ്ട് കറക്റ്റ് ആണെങ്കിൽ ക്ഷമിക്കണം. ഇതേ വലി ബീഡി വലിച്ചാൽ ഇതാണ്. ശ്രദ്ധിച്ച്, ദൈവം ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നോക്കി പറയും, ആ കല്ലെടുത്തു മാറ്റ്. എത്രയോ നാളായി ചില കല്ലുകളും ചുമന്നുകൊണ്ട് നടക്കുന്നു, കല്ലെടുത്ത് മാറ്റാൻ പറയും. ശ്രദ്ധിച്ച്, അടുത്തത് ഇവിടുത്തെ ജനം എന്ത് ചെയ്യുന്നറിയോ? ആ കല്ല് അവിടെ നിന്ന് എടുത്തു മാറ്റി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടോ, ഈ കല്ല് എടുത്തു മാറ്റാത്തത് വലിയൊരു തടസ്സമാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തടസ്സങ്ങളുടെ പ്രധാന കാരണം, ജീവിതത്തിൽ പല കല്ലുകൾ കല്ലാണെന്ന് അറിഞ്ഞിട്ടും അത് പുറങ്കാല് കൊണ്ട് അടിച്ചു കളഞ്ഞു, മൈൻഡ് ചെയ്തിട്ടില്ല. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എന്തുകൊണ്ടാണ് ഈ കല്ലെടുത്ത് മാറ്റാത്തതെന്നറിയോ? എന്തുകൊണ്ടാണ് നമ്മൾ ആരും ഈ കല്ലെടുത്ത് മാറ്റാത്തറിയോ? ഈ കല്ല് നിസ്സാരക്കാരനല്ല. ഈ കല്ല് സുഖം തരുന്ന കല്ലായിരിക്കും, എന്നും സന്തോഷം തരുന്ന കല്ലായിരിക്കും. ഇതിഷ്ടം പോലെ ചക്കപ്പഴത്തിൽ ഈച്ച പതിയണത് പോലെ ടൗണിലേക്ക് ഇറങ്ങിയാൽ ഈ കല്ല് എൻ്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ കൂട്ടുകാർ വട്ടം കൂടും. ഒരെണ്ണം പോവുകയല്ല, ഇഷ്ടം പോലെ കൂട്ടുകാർ, ബന്ധങ്ങൾ എല്ലാം ഇഷ്ടം പോലെ പെരുകും. അതുകൊണ്ടാ ദൈവവചനം കേട്ടാലും നമ്മൾ ആരും കല്ലെടുത്ത് മാറ്റാത്ത. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കം വരുന്നവർ മാത്രം പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ഈശോയെ, നിങ്ങൾ ശിശുതുല്യ ഹൃദയമുള്ളവരാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെന്ന് പറഞ്ഞു നോക്കിക്കേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കം വരുമ്പോൾ നിങ്ങൾ കൃത്യം 7:20-25 ആകുമ്പോൾ നമുക്കൊരു ഇൻ്റർവെല്ല് ഉണ്ട്. പേടിക്കൊന്നും വേണ്ട. ശരീരം ഒന്ന് അനക്കാനും ഒന്ന് എക്സർസൈസ് ചെയ്യാനും ഒരു സമയം അനുവദിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവം നമ്മളോട് പറയുകയാണ്, ചില കല്ലുകൾ എടുത്തു മാറ്റണം. അതെത്ര സുഖം തരുന്ന കല്ലാണേലും, അതെത്ര വിജയം തരുന്ന ആളുകൾ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്ന കല്ലാണേലും, എൻ്റെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു കല്ല് എൻ്റെ ജീവിതത്തിലോ എൻ്റെ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ എന്തു വില കൊടുത്തും ആ കല്ലിനെ അവിടുന്ന് മാറ്റണം. എന്തു വില കൊടുത്തും ആ കല്ലിനെ ചെറുത്ത് തോൽപ്പിക്കണം. അതിനാ ധ്യാനം കൂടുന്നത്, നാളെ കുമ്പസാരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് എന്തുകൊണ്ടാണ് കുമ്പസാരത്തിന്റെ ഗുണം അനുഭവിച്ചറിയാൻ പറ്റാത്തതെന്നറിയോ? നമുക്ക് എന്തുകൊണ്ടാണ് കുമ്പസാരത്തിന്റെ ഗുണം അനുഭവിച്ചറിയാൻ പറ്റാത്തത്? നമ്മൾ എങ്ങനെയാ കുമ്പസാരിക്കുന്നത്? നമ്മൾ കുമ്പസാരിക്കുമ്പോൾ പാപം ഏറ്റുപറയുന്നു, വൈദികൻ പരിഹാരം കൽപ്പിച്ചു തരുന്നു, നമ്മളതിന് പരിഹാരം ചെയ്യുന്നു, വീണ്ടും അതേ പാപം ചെയ്യുന്നു. നമ്മൾ ആരെങ്കിലും കുമ്പസാരക്കൂട്ടിൽ ചെന്ന് പാപം ഏറ്റുപറഞ്ഞിട്ട് കുമ്പസാരക്കൂടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട്, എൻ്റെ ദൈവമേ, ഈ പാപം ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ആ കുമ്പസാരത്തിലൂടെ ഒരു വിടുതൽ ഒരു വ്യക്തിക്ക് കിട്ടാത്തത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എന്താ ശ്രദ്ധിച്ചേ? കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനാ കുമ്പസാരിക്കുന്നറിയോ? കർത്താവേ, 1 മാസം കൊണ്ട് കഴിഞ്ഞ് ഇതേ പാപവുമായി ഞാൻ വരുന്നതായിരിക്കും. കർത്താവേ, ഒരു 2 മാസം കഴിയുമ്പോൾ ഇതേ പാപമായി മറ്റൊരു അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ കുമ്പസാരിക്കുന്നതായിരിക്കും. ഇതാണ് ദൈവം. ഇങ്ങനെ കുമ്പസാരിക്കുമ്പോൾ ആരായിരിക്കും സന്തോഷിക്കുന്നത്? ദൈവം ഒരു വശത്തും പിശാച് ഇപ്പുറത്തെ സ്ഥലത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ കുമ്പസാരക്കൂട്ടി രക്ഷപ്പെട്ടു, ഈസ്റ്ററിന് ഉള്ള താൽക്കാലികമായ ഒരു ഒരുക്കം കിട്ടിയിരിക്കുന്നു. നിങ്ങളാരും ഈസ്റ്റർ ആയതുകൊണ്ട് കുമ്പസാരിക്കരുത്. നിങ്ങളാരും ക്രിസ്മസ് ആണ് കുമ്പസാരിക്കരുത്. ഈസ്റ്ററും ക്രിസ്മസും ഞായറാഴ്ച ആയതുകൊണ്ടും ധ്യാനമായതുകൊണ്ടും അല്ല കുമ്പസാരിക്കേണ്ടത്. എപ്പോ വേഗം ചിന്തിച്ചോ, എന്നാണോ ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കണം,
എന്തു വില കൊടുത്തും ആ പാപത്തെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞാൽ കുമ്പസാരത്തിലൂടെ വലിയ അത്ഭുതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കും. അത് ഉറപ്പാണ്. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതിനെന്ത് വേണമെന്നറിയോ? ഇച്ചിരി സമർപ്പണവും കമ്മിറ്റ്മെന്റും വേണം. കമ്മിറ്റ്മെന്റ് വേണം. ഇനി ശ്രദ്ധിച്ചേ, നിങ്ങൾ നാളെ കുമ്പസാരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതറിയോ? ഈ പാപം ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല, അങ്ങനെ തീരുമാനിച്ച് ഞാൻ വെല്ലുവിളിക്കാം. തരിയോടിടവകയിലെ ആരെങ്കിലും ഒരാൾ നാളെ 5 or 10 അച്ഛന്മാരോട് കുമ്പസാരിപ്പിക്കാൻ വരുമ്പം പാപം വീട്ടിൽ നിന്ന് ഒരുങ്ങി, ദൈവമേ ഈ പാപമൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ആളാണ്, ഞാൻ ഇന്ന രഹസ്യ പാപങ്ങളൊക്കെ എനിക്കുണ്ട്, കാര്യം ഞാൻ വലിയ വെള്ളമൊക്കെ ഇട്ട് നടക്കുന്ന ആളാണേലും ഞാൻ ലോകത്തിൽ ഒരു മനുഷ്യനും അറിയാത്ത കുറെ രഹസ്യ പാപങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിന് തടസ്സമാണ്, ഞാൻ ഇതെന്നേക്കുമായി ഉപേക്ഷിക്കുവാണ് കർത്താവേ എന്ന് പറഞ്ഞ് നിങ്ങൾ കുമ്പസാരിച്ചാൽ, ഞാൻ ഉറപ്പ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പരിശുദ്ധ കുർബാനയുടെ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഈ സ്ഥലത്ത് നിന്ന് ഉറപ്പ് പറയാം. എന്തുറപ്പ് പറയാം? നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ഈശോ ചെയ്തിരിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെങ്ങനെ കുമ്പസാരിക്കുന്നറിയോ? 25-ാമത്തെ വയസ്സിൽ കുമ്പസാരിച്ച അതേ പാപമായിരിക്കും നാളെ ഏതാ ദിവസം? നാളെ ശനിയാഴ്ചയോ? ശനിയാഴ്ച കുമ്പസാരിക്കും. 25-ാമത്തെ വയസ്സിൽ കുമ്പസാരിച്ച് അന്ന് പാപമോചനം കിട്ടി അതേ പാപം അടുത്ത് വീണ്ടും ചെയ്ത് അതിൽ തന്നെ നല്ല തഴക്കവും പഴക്കവും നമുക്കായി കഴിഞ്ഞു. കുറേ പാപത്തിന്റെ മേഖലകളിൽ നമുക്ക് എന്തായി? തഴക്കവും പഴക്കവുമായി. അത് നാളെ വന്ന് ഏറ്റു പറയും. ഇനി അടുത്ത വർഷം ദൈവത്തിന്റെ കൃപയാൽ തരിയോട് പറയലിൽ ധ്യാനം വരുമ്പോൾ അതേ പാപം വീണ്ടും ഏറ്റു പറയും. അല്ലാതെ പുതിയ പാപം കണ്ടുപിടിക്കാൻ വേണ്ടി ആരും ട്യൂഷനൊന്നും പോകുന്നില്ലല്ലോ. ആരും തരിയോട് ഇവിടെയുള്ള ലൈബ്രറി പുസ്തകം നോക്കി പുതിയ പാപങ്ങൾ കണ്ടുപിടിച്ച് ആരും കുമ്പസാരിക്കാൻ വരുന്നില്ലല്ലോ. ആരും എൻസൈക്ലോപീഡിയ വിശ്വവിജ്ഞാന കോശം എടുത്തു നോക്കി എന്താ പുതിയ പാപം ഉള്ളത്, എവിടെയാ പുതിയ പാപം ഉള്ളത്, ഇത് നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ടല്ല വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു പോയ അതേ പാപം വീണ്ടും വരുവാ. ഇനി നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിക്കേ, വെറുതെ അല്ല നമ്മൾ കുമ്പസാരിച്ചിട്ടൊന്നും ദൈവാനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കാത്ത. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ചോദിക്കട്ടെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യം എന്തിനാ ധൈര്യം? ആളെ തല്ലാനും ഇംഗ്ലാവ് വിളിക്കാനും ധൈര്യമുണ്ടോ എന്നല്ല ചോദിച്ചത്. അതിന് ധൈര്യം പലർക്കും ഉണ്ടാകും, എന്തിനും ധൈര്യമുള്ള ആളുകളുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ധൈര്യം എന്ന് പറഞ്ഞാൽ ചില പാപങ്ങളെ ഇന്നത്തോടുകൂടെ ഉപേക്ഷിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ആരും വാഗൊണ്ട് പറഞ്ഞില്ലേലും നിങ്ങളുടെ മനസ്സ് ചെറുതായിട്ട് അനങ്ങിയതുപോലും ദൈവം അറിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായത്. ഞാൻ ഉദാഹരണം പറയാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വചനമാണ് 13-ാം അധ്യായം 27-ാമത്തെ വാക്യം. ശ്രദ്ധിച്ചു കേൾക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13:27. ഇത് അന്ത്യാത്താഴ സമയമാണ്. പെസഹ വ്യാഴത്തിന്റെ ദിവസമാണ് അന്ത്യാത്താഴം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അപ്പക്കഷണം യേശുവിന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു. ആര്? യൂദാസ് സ്വീകരിച്ച അപ്പം ഭക്ഷിച്ചപ്പോ തന്നെ സാത്താൻ അവന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഹല്ലേലൂയ. ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എല്ലാ ശിഷ്യന്മാരും ഇങ്ങനെ ഒരു മേശയ്ക്ക് വട്ടം ഇരിക്കുക. ഈശോ അപ്പം മുറിച്ച് ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം, നിങ്ങൾ ഭക്ഷിക്ക് പാനം ചെയ്യുമെന്നും പറഞ്ഞ് ഒരപ്പക്കഷണം എടുത്ത് ഈശോ യൂദാസിന്റെ കയ്യിലേക്ക് കൊടുത്തു. യൂദാസ് അത് കൈനീട്ടി മേടിച്ചു, അത് ഭക്ഷിച്ചു. അത് ഇറക്കിയപ്പോ തന്നെ, ആ അപ്പക്കഷണം ഇറങ്ങിയപ്പോ തന്നെ സാത്താൻ അവനിൽ പ്രവേശിച്ചു. ഹല്ലേലൂയ. അതെങ്ങനെയാ പ്രവേശിക്കുന്നേ? ഇദ്ദേഹം ഈശോയുടെ അടുത്താണല്ലോ ഇരുന്നേ. ഇദ്ദേഹം ഒരു വലിയൊരു അഭിഷേകമുള്ള ഈശോയുടെ ശരീരമാണ് സ്വീകരിച്ചത്. എന്നിട്ട് എന്താ പിശാച് അകത്ത് കയറിയേ? ഈ ഭാഗത്ത് ഹൃദയത്തിനകത്ത് വിശുദ്ധിയില്ല. ഇനി ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയുള്ള ഇത്രയും പേരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ഓർക്കണം. നമ്മൾ ചില ആളുകൾ കടത്തിണ്ണയിലിരുന്ന് തമാശ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് പറഞ്ഞത്, യൂദാസ് ചെയ്യണ്ടാത്തൊരു പണി ചെയ്തു.
അവൻ യൂദാസിനെ വിധിക്കുക വചനത്തിൽ നിന്ന്. അവൻ അങ്ങനെ ഒറ്റ കൊടുക്കാൻ പാടുണ്ടോ? കൂടെ നിന്നിട്ട് ചെയ്യാൻ പാടുണ്ടോ? അഭിപ്രായം പറയാം. നമ്മൾ യൂദാസിനെ കുറ്റപ്പെടുത്തുക. യൂദാസിനെ കുറ്റപ്പെടുത്താൻ നമുക്ക് എന്നാ അവകാശമുള്ളത്? ഞാനും നിങ്ങളും 2018 ബുദ്ധിമാന്മാരായ ആളുകളാണ്. ബിസിനസ് ചെയ്യാനും കൃഷി ചെയ്യാനും മക്കളെ പഠിപ്പിക്കാനും വീട് വെക്കാനും വലിയ വില കൂടിയ കാറ് മൈലേജുള്ള വാഹനങ്ങൾ മേടിക്കാനും കുട്ടികളെ ബാംഗ്ലൂർ കോയമ്പത്തൂർ ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊണ്ട് പഠിപ്പിക്കാനും ബുദ്ധി ഉള്ള ആളുകൾ എങ്ങനെയാ പരാജയപ്പെടുന്നത് പറയാം. വിശുദ്ധ കുർബാന മുറുക്കിയ നാക്ക്, ചോര പോലിരിക്കുന്ന നാവ് മുറുക്കിയിട്ട് ശരിക്കും വാ കുലുക്കുഴിഞ്ഞ് തുപ്പിക്കളഞ്ഞ് നാക്ക് വടിച്ചിട്ടില്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നാക്ക് നീട്ടുമ്പം യൂദാസ് ചെയ്ത അതേ കാര്യമല്ല ഈ വ്യക്തി ചെയ്യുന്നേ. വിശുദ്ധ കുർബാന കറ പിടിച്ച ബീഡി വലിച്ചും സിഗരറ്റ് വലിച്ചും ഡ്രഗ്സ് ഉപയോഗിച്ചും വലിച്ച് പുകച്ച് ചവച്ച് കറ പിടിച്ച് പല്ലിന്റെ ഇട മുഴുവൻ ബീഡിയുടെ കറയിരിക്കുന്ന പല്ലുമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ ദൈവമാണോ സന്തോഷിക്കുക, പിശാചാണോ സന്തോഷിക്കുക? നിങ്ങൾ തന്നെ വിലയിരുത്തി നോക്കുക. ഞാൻ കറ പിടിച്ച പല്ലുമായി ഇന്നലെ മുറുക്കി പള്ളി വരുന്നതിന് മുമ്പ് താഴേന്ന് ശരിക്കും തുപ്പിക്കളഞ്ഞിട്ട് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ എൻ്റെ ഉള്ളിലേക്ക് ഈശോ അല്ല വരുന്നേ. ഈശോ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ തന്നെ തിന്മയുടെ ശക്തി നമ്മളിൽ പെട്ടെന്ന് അങ്ങോട്ട് ചാടിപ്പിടിക്കും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. തലേ ദിവസവും അതിന്റെ ഒരാഴ്ചക്കാലം മുഴുവൻ ബ്ലൂ ഫിലിം കണ്ടിട്ട് നേരെ വന്ന് നല്ല കുളിച്ച് ഫ്രഷ് ആയി വരുന്നു, നല്ല ആക്റ്റീവായിട്ട് വന്ന് നിൽക്കുന്നു. ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ ഈശോ വരുമോ സാത്താൻ വരുമോ? വിധി കൃത്യമായി നിങ്ങൾ കടലാസിൽ എഴുതി നോക്ക്. നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്നു, സ്വവർഭോഗം ചെയ്യുന്നു, പാപത്തിൽ ജീവിക്കുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങി ഡ്രസ് ഇട്ട് വരുന്നു. നമുക്ക് യോഗ്യത ഡ്രസ്സിൽ മാത്രമേ ഉള്ളൂ. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ഒരുക്കത്തോടെ അല്ലെങ്കിൽ വിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. തിന്മ ചാടിക്കേറും, തിന്മ നോക്കിയിരിക്കും. കോഴിക്കൂട്ടിലേക്ക് കുറുക്കന്റെ കണ്ണെന്ന പോലെ പിശാച് നോക്കിയിരിക്കും. ഹല്ലേലൂയ. ഇതൊന്നും നിസ്സാരമല്ല. ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്തു വച്ചിരിക്കുന്ന ദൈവാനുഗ്രഹത്തിന്റെ വലിയ തടസ്സങ്ങളാണ്. നമ്മൾ തന്നെ വലിയ ബ്ലോക്ക് സൃഷ്ടിച്ചിരിക്കുക. മനസ്സിൽ കൂടപ്പുറപ്പിനോട് മുഴുവൻ ശത്രുതയും വൈരാഗ്യവും. മിണ്ടിയിട്ട് നാളും വർഷം 4, മിണ്ടിയിട്ടും സംസാരിച്ചിട്ടും മാസം 3, ഭാര്യ ഭർത്തൃബന്ധം രണ്ടും 2 വഴിക്ക്. പക്ഷെ പള്ളിയിൽ വരുന്നു, കൈകൂപ്പി നിൽക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. നാളെ തരിയോട് പള്ളിയിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും, ഉറപ്പാണ്. എവിടെ ആർക്കാന്നറിയോ? ചടങ്ങിന് വേണ്ടി കുമ്പസാരിക്കുന്നവർക്കല്ല. നാളെ ഈസ്റ്റർ ആയതുകൊണ്ട് കുമ്പസാരിക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ടാവും. ഓ ഈസ്റ്റർ അല്ലേ, ഈസ്റ്ററായിട്ട് കുമ്പസാരിക്കാൻ വരുന്ന ഒരാളിൽ ദൈവം ഒന്നും ചെയ്യില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈസ്റ്റർ ആയതുകൊണ്ട് പേരിന് ഒരു ചടങ്ങിന് ഞാൻ വരുന്നു, എന്തൊക്കെയോ പാപം പറയുന്നു, ഞാൻ വീട്ടിൽ പോകുന്നു. അതുകൊണ്ട് വെറുതെ സമയം വേസ്റ്റ് വരരുത്. കുമ്പസാരിക്കാതിരിക്കുകയാണ് 100% യുക്തം ബുദ്ധി. അത് കാരണം ദൈവത്തെ നമ്മൾ കണ്ണിൽ പൊടിയിടുക. ദൈവത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാം. ചിലപ്പോൾ തരിയോട് ഇടവകയിലെ ആളുകൾ നോക്കുമ്പോൾ ഓ അവൻ കുമ്പസാരിക്കാൻ പോയിട്ടുണ്ട്, കൊള്ളാം. അവന്റെ കണ്ണിൽ നമ്മൾ മാന്യനായി. ശരി തന്നെ, ദൈവത്തിന്റെ കണ്ണിൽ പൊടിയിട്ടു. ആരെ കുമ്പസാരിക്കാൻ വരാവൂ? ദൈവമേ, ഞാൻ ഈ പാപം ഉപേക്ഷിക്കുക എവിടെ വെച്ച്, അതിന് 100% ഞാൻ വില കൊടുക്കും. അങ്ങനെ നിങ്ങളൊന്ന് കുമ്പസാരിച്ച് നോക്കിക്കേ. നിങ്ങളുടെ വീട്ടിലുള്ളവർ അങ്ങനെ പാപവും നേറ്റു പറഞ്ഞു നോക്കിക്കേ. നിങ്ങളുടെ വീട് ഓരോ പടി ഉയരുന്നത് നിങ്ങൾ അനുഭവിച്ചറിയും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. പ്രിയപ്പെട്ടവരെ, വ്യഭിചാരം ചെയ്തിട്ടും സ്വർഗഭോഗം ചെയ്തിട്ടും ഇന്നലെ തലേ ദിവസം ഭാര്യയെ തെറി പറഞ്ഞു, ഭാര്യയെ കുറ്റം പറഞ്ഞു, നാട്ടുകാരെ വിധിച്ചു, കല്യാണം മുടക്കി, പ്രശ്നങ്ങൾ സൃഷ്ടിച്ച്, എന്നിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പം ഞാൻ ദൈവത്തോടടുക്കും, എല്ലാവരുടെയും മുമ്പിൽ മാന്യനായി വരുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യത്തിലൂടെ ദൈവമല്ല സന്തോഷിക്കുന്നത്, പിശാചാ സന്തോഷിക്കുന്നത്. കാരണം ഒരു വ്യക്തിയെ കൂടെ അവന് കിട്ടി. നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഇല്ലാതെ പോകുന്നതും ഇതുകൊണ്ട് തന്നെ. നമ്മുടെ കുടുംബത്തിൽ ഒരു വെച്ചടി ഉയർച്ചയില്ലാത്തതിൻ്റെ കാരണം ഇത് തന്നെ. നമ്മുടെ കുടുംബത്തിൽ ഒരു ജോലി തടസ്സമായിട്ടും സാമ്പത്തികമായി ഉയർച്ചയില്ലാത്തതിൻ്റെ കാരണം ഇത് തന്നെ. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ അടുത്ത് 16 ഏക്കർ സ്ഥലമുള്ള ഒരു ആള്, 16 ഏക്കർ സ്ഥലം,
അദ്ദേഹത്തിൻ്റെ കുടുംബം എന്നോട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ചില 16 ഏക്കർ സ്ഥലവും വെഞ്ചരിക്കാൻ പറഞ്ഞു. 16 ഏക്കർ സ്ഥലം ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. 32 വയസ്സുള്ള ഞാൻ ജീവിതത്തിൽ ആദ്യം ഒരേ ഒരു സ്ഥലത്തെ 16 ഏക്കർ സ്ഥലം വെഞ്ചരിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ചുള്ളൂ. വീടല്ല, പറമ്പ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ പറമ്പ് വെഞ്ചരിക്കുന്നത്? അച്ഛാ, ഈ കൊടിക്ക് ചീച്ചിലാണ്, കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന ചാണകമാണോ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മരുന്ന് കഴിഞ്ഞ വർഷമൊക്കെ മരുന്നടിച്ചാൽ ആ പ്രാണി ചാകുമായിരുന്നു. വളത്തിൻ്റെ പ്രശ്നമാണെന്നറിയില്ല, കാലാവസ്ഥയുടെ പ്രശ്നമാണോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. സ്ഥലം മുഴുവൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് തിരിച്ചു വന്നപ്പോൾ കിതച്ചുപോയി. പ്രാർത്ഥന ചെല്ലാൻ പറ്റുന്നില്ല. 16 ഏക്കർ സ്ഥലം നടന്നു തീർക്കേണ്ട ഒരവസ്ഥ വന്ന് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ പ്രാണിയൊക്കെ ചത്തുപോയിക്കൊള്ളുമായിരിക്കും അല്ലേ അച്ഛാ, പ്രാണിയൊക്കെ വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചില്ലേ. അപ്പോൾ അദ്ദേഹത്തോട് ചില സമയങ്ങളിൽ ദൈവം എന്നോട് സംസാരിക്കാറുണ്ട്. എൻ്റെ യോഗ്യത കൊണ്ടല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ചില ആളുകളോട് ചിലത് പറയാൻ 100 പേര് പ്രാർത്ഥിക്കാൻ വന്നാൽ ചിലപ്പോൾ 99 പേരോടും ഒന്നും പറയാൻ ദൈവം പറഞ്ഞിട്ടില്ല. പക്ഷെ ചില ആളുകളോട് എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആ വ്യക്തിയോട് വണ്ടിയെ കയറുന്നതിന് മുമ്പ് ചോദിച്ചു, എനിക്ക് നിങ്ങളോട് എപ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം ഒരു ദിവസം, ഞാൻ അങ്ങോട്ട് വരാം അച്ഛാ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാൻ ദൈവം, അദ്ദേഹത്തിന് ഒരു പരസ്ത്രീ ബന്ധം, 8 വർഷത്തോളമായ പരസ്ത്രീ ബന്ധം. ആള് പകൽമാന്യനാണ്, ആള് വലിയ സ്ഥാനമാനങ്ങൾ ഉള്ള ഒരു സാമ്പത്തികമുള്ള ആളാണ്. ചില മന്ത്രിമാർ വരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വലിയ VIP പോലും എൻ്റെ വീട്ടിൽ അന്തി ഉറങ്ങിയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഇവിടെ താമസിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടയാൾ. അദ്ദേഹത്തിന് വേറൊരു സ്ത്രീയുമായി ബന്ധം. പിന്നീട് ഞാൻ അറിഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇതറിയാം, ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള സ്റ്റാഫുകൾക്ക് ഇതറിയാം. ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പലരും ഇദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഭർത്താവിനെ ശ്രദ്ധിക്കണം. ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ വിളിച്ചത് പറമ്പിലെ കീടം ചാകാൻ, കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന ചാണകമാണ് പ്രശ്നം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ചാണകമല്ല പ്രശ്നം, കർണാടകയിലെ വിഷയമല്ല പ്രശ്നം, അന്തരീക്ഷത്തിലെ അണുക്കളല്ല പ്രശ്നം, ഇദ്ദേഹത്തിന്റെ ജീവിതമാണ് ആ ഒരു സാമ്പത്തിക മേഖലയെ അടിച്ചിട്ട പാമ്പ് പോലെ, ജീവനില്ലാത്ത പോലെ കിടക്കാൻ കാരണം. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ജോബിന്റെ പുസ്തകത്തിലെ വചനമാണ്, നിങ്ങൾ കഴുതകളെ പോലെ ബുദ്ധിയില്ലാത്തവരാകരുത്. കഴുതയ്ക്ക് ബുദ്ധിയില്ലാത്തവരാകരുത്. മറ്റൊരു ജീവിയുണ്ട്, നീർക്കുതിര. അത് കടലിന്റെ അടിയിൽ കൂടെ താമസിക്കുന്ന ഒരു ജീവിയാണ് നീർക്കുതിര. അതിന് ചില ആളുകൾ പറയുന്നത് നീർക്കുതിരയ്ക്ക് വലിയ ബുദ്ധിയുള്ള ജീവിയാണെന്നാണ്. നീർക്കുതിരയ്ക്ക് ബുദ്ധി, കഴുതയ്ക്ക് ബുദ്ധിയില്ല. ജോബിന്റെ പുസ്തകത്തിലൂടെ ദൈവം പറയുകയാണ്, ജോബിനോടാ പറഞ്ഞത്, ജോബേ, നീ കോവർ കഴുതകളെ പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. ഈ തരിയോടിടവകയിൽ ദൈവവചനം കേൾക്കുന്ന ആളുകൾ ബുദ്ധിയില്ലാത്തവരാകരുത്. ജീവിതത്തിൽ ചിലതൊക്കെ അടിച്ചിട്ട പോലെ കിടക്കുക, ഉയർച്ചയില്ല. എത്രയോ നാളായി അധ്വാനിക്കാൻ തുടങ്ങിയിട്ട് ആരാ ബുദ്ധിയില്ലാത്തത്? ആർക്കാ കഴിവില്ലാത്തത്? ഇവിടെ നിൽക്കുന്ന പലർക്കും കഴിവുള്ളവരാണ്. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കേ, നമ്മൾ ക്രിസ്ത്യാനികൾ എവിടെയാ വിജയിക്കുന്നേ? തരിയോട് പഞ്ചായത്ത് എവിടെ ആയിക്കൊള്ളട്ടെ, ഇവിടുത്തെ പഞ്ചായത്ത്, ഇവിടുത്തെ വില്ലേജ് എവിടെ ആയിക്കോട്ടെ, വില്ലേജ് ഓഫീസിൽ ചെന്ന് നോക്ക്, വില്ലേജിൽ എത്ര ക്രിസ്ത്യാനികൾ പുതിയതായി ആ ജോലിക്ക് കയറിയിട്ടുണ്ടെന്ന്? കയറിയിട്ടില്ല. ക്രിസ്ത്യാനികളുടെ മക്കൾ വലിയ വലിയ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നെങ്കിലും അവർ എത്ര ശക്തിയോടെ ചിറകടിച്ചു ഉയർന്നാലും എവിടം വരെ എത്തുള്ളൂ? നേഴ്സിംഗ് വരെ. അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഇച്ചിരി പൊളിക്കും. എന്താ പോകാത്തെ? ഇവിടെ ഇരിക്കുന്ന പല കുട്ടികളും 1ാം റാങ്കുകാരാണല്ലോ. നിങ്ങൾ തന്നെ ചിന്തിക്ക്, കോവർ കഴുതകളെ പോലെ ബുദ്ധിയില്ലാത്തവരാകരുത്. എന്താ കാരണം? ചില വ്യക്തികളിൽ ദൈവാനുഗ്രഹത്തിന്റെ ചാല് അടഞ്ഞുപോയി. ഹല്ലേലൂയ. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. ഇന്ന് സിവിൽ സർവീസ് എക്സാം കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് പേപ്പറിൽ വരുമ്പോൾ നിങ്ങൾ ഓരോ പേരും വായിച്ചു നോക്ക്. നിങ്ങൾ വായിച്ചു നോക്കും, ഇതിനകത്ത് എത്ര ക്രിസ്ത്യാനികൾ നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ എത്ര പേരുണ്ട്? നിങ്ങൾ കയ്യേലെണ്ണി നിർത്തും. ഒരു കൈ വിരലിൽ എണ്ണാനുള്ള ആളുകളില്ല. എന്തുകൊണ്ട് ആളില്ല? ഇവിടെ ആരാ ബുദ്ധിയില്ലാത്തവർ? നിങ്ങൾ പറ. ഈ മാനന്തവാടി രൂപതയിൽ എത്ര മിടുമിടുക്കരായ ആളുകളുണ്ട്? എന്തുകൊണ്ട് ഒരു നിശ്ചിത ഉയരത്തിൽ ഒരു സിവിൽ സർവീസ് എക്സാം പാസ്സാകുന്നില്ല? എന്തുകൊണ്ട് ഒരു വില്ലേജിൽ, ഒരു പഞ്ചായത്തിൽ, ഒരു കലക്ടറേറ്റിൽ പോലും നമ്മുടെ ആളുകളില്ല? പണ്ടൊരു കാലത്ത് പോലീസ് സ്റ്റേഷൻ, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പോലും നമ്മൾ ക്രിസ്ത്യാനികളായിരുന്നു. ഡോക്ടർ സിബി മാത്യു IPS
ജോർജ് അലക്സാണ്ടർ ജേക്കബ്, ഇതുപോലുള്ള പ്രഗത്ഭരായ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ കൂട്ടത്തിലാണ്. അവരുടെയൊക്കെ തലമുടി ധരിച്ചു, അവരൊക്കെ റിട്ടയർഡ് ആകാൻ തുടങ്ങി. ഇന്ന് എത്ര പേര് ഈ സ്ഥാനത്തേക്ക് വരുന്നു? പോലീസ് മേധാവി നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണോ? പഞ്ചായത്തിൽ പോയി നോക്ക്, ഇനി നിങ്ങളുടെ ഈ വില്ലേജിൽ പോയി നോക്ക്, എത്ര പേർ ഉയർന്നു? എന്താ ഉയരാത്തത് എന്താ? കഴിവില്ലാത്തത് കൊണ്ടല്ല, ദൈവാനുഗ്രഹത്തിന്റെ ചാൽ അടഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് മാറും. എന്ത് ചെയ്താൽ മറിയോ? ദൈവം തരിയോട് ഇടവകയിലെ ചില ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. എന്നറിയോ? ജീവിതത്തിൽ ഒരഴിച്ചുപണി ആവശ്യമാണ്. ഒരു കാലത്ത് ഇപ്പോൾ ആളുകൾ പറയുന്നത് എന്നാണെന്നറിയോ? പിശാച് വേണ്ടാത്ത ചില വിത്തുകൾ വിതച്ചുകൊണ്ടിരിക്കുക. എന്താ പിശാച് വിതയ്ക്കുന്ന വിത്ത്? ഓ, പള്ളി ആവശ്യമില്ല, ഓ പ്രാർത്ഥന ആവശ്യമില്ല, ഓ ദൈവമൊന്നുമില്ല. ദൈവം തൂണിലും തുരുമ്പിലും ഭിത്തിക്കകത്തും ഫാനിനകത്തും ഇരിപ്പില്ലേ? അതിവിടെ ഇല്ലേ, അവിടെ ഇല്ലേ, മരത്തേലില്ലേ? പള്ളിക്കകത്ത് മാത്രമാണോ ദൈവം ഇരിക്കുന്നത്? ആളുകൾ ബുദ്ധി കൂടിപ്പോയി. അവർ സിവിൽ സർവീസ് എക്സാം അല്ല പാസ്സായിരിക്കുന്നത്, അവർക്ക് കുറെ മുട്ടായുക്തികളാണ്. എവിടം വരെ എത്തുന്നു? ശ്രദ്ധിക്കുക. ഈ 2 ദിവസമാണേലും ദൈവം നെല്ലിക്കാക്കൊട്ടം മറിച്ചുപോലെ ഈ തരിയോടിടവകെ അനുഗ്രഹിക്കുന്ന ഈശോയുടെ നാമത്തിൽ ഞാൻ ഉറപ്പ് തരാം. എന്ത് ചെയ്താൽ മതിയോ? നിങ്ങൾ നാളെ കുമ്പസാരിക്കാൻ വരുമ്പോ 4 പാപവുമായി ചുമ്മാ കുമ്പസാരിച്ച് ആരുടെയൊക്കെയോ കണ്ണിൽ പൊടിയിട്ട് ഒരു കുമ്പസാരത്തിന് വരാതിരിക്കുക. എന്തു ചെയ്യണം? കുമ്പസാരിക്കാൻ ഒരുങ്ങുക. ദൈവമേ, തെറ്റ് പറ്റിയിട്ടുണ്ട്. ഒരു അപ്പൻ ഒരമ്മ നാളെ അനുദപിച്ച് ദൈവത്തെ വിളിച്ച് നല്ല കൃപയിലാണ് കുമ്പസാരക്കൂട്ടിലേക്ക് പോകുന്നെങ്കിൽ, ഞാൻ ദൈവനാമത്തിൽ അൾത്താരയിൽ നിന്ന് ഈ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്ന പീഠത്തിൽ പിടിച്ചൊരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതം ദൈവം മാറ്റി മറിക്കും, ഉറപ്പാണ്. ഹല്ലേലൂയ. എനിക്കേട്ടെ ഒറ്റ കാര്യം കൂടെ പറയാം. ചില ആളുകൾ പറയില്ലേ, ഇപ്പൊ എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ചോ വയനാട്ടിൽ കാലാവസ്ഥകൾക്കൊക്കെ മാറ്റമാണ്. നിങ്ങളോട് പറഞ്ഞിട്ടില്ല? എന്താണ് പെട്ടെന്ന് മറുപടി? മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കാരണങ്ങളിൽ ഒന്ന്. ഇതേക്കുറിച്ച് അറിവുള്ള ഒരു അപ്പച്ചൻ പറഞ്ഞു, അച്ഛ അതൊക്കെ വെറുതെയാണ്. കാരണങ്ങളിൽ ഒന്ന് മാത്രം. 10-60 വർഷം മുമ്പ് വയനാട്ടിലേക്ക് കുടിയേറി പാർത്ത മനുഷ്യർ ഇതിനേക്കാൾ ഡബിൾ മടങ്ങ് മരങ്ങൾ ഇതിനു മുമ്പ് വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നാ കാലാവസ്ഥ വ്യതിയാനം വരാഞ്ഞത്? എന്തുകൊണ്ട് കാലാവസ്ഥ? ഇന്ന് മഴയുള്ളപ്പോൾ മഴയില്ല, വെയിലുള്ളപ്പം വെയിലില്ല. കാലാവസ്ഥ മാറുന്നു നമുക്ക് തന്നെ ഒന്ന് പറയാൻ പറ്റുന്നില്ല. മഴ പെയ്താൽ ഭാഗ്യം. മഴയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യസമയത്ത് മഴ. ജൂൺ 1 എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നൊരു കാലം ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്നു. മരങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ട് മാത്രമാണോ? നിങ്ങൾ പറ. ഞാൻ പറയും, മരങ്ങൾ വെട്ടി നശിപ്പിച്ചത് 100 കാരണങ്ങളിൽ കുഞ്ഞൊരു കാരണം മാത്രം. അടുത്ത കാരണം പറയാം. നമ്മൾ വെട്ടി നശിപ്പിച്ചത് നമ്മുടെ ചങ്കകൂടിനകത്തെ നന്മ, അത് വെട്ടിത്തൂരെ കളഞ്ഞു. നമ്മുടെ വിശുദ്ധി വെട്ടിത്തൂരെ കളഞ്ഞു. നമ്മുടെ ദൈവത്തോടുള്ള ബന്ധം, അത് ആദ്യം വെട്ടിയേ. മരമല്ല ആദ്യം വെട്ടിയേ, നമ്മുടെ വിശുദ്ധി വെട്ടിക്കളഞ്ഞു. എന്തിന്? പള്ളി. നമ്മുടെ ദൈവത്തോടുള്ള ബന്ധം വെട്ടിക്കുറിച്ച് കളഞ്ഞു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വെട്ടിത്തൂരെ കളഞ്ഞു. എവിടെ പ്രാർത്ഥന? ഹൃദയം നുറുങ്ങിയുള്ള വിളി ദൈവസന്നദ്ധിയിൽ ഉയർന്നാൽ ഈ നാട് ഇത്രയും ഉയർന്നാ പോരാതെ ഞാൻ ഉറപ്പ് പറയാം. തരിയോട് ഇടവകയിൽ ഇത്രയും വാഹനം കിടന്നാൽ പോരാ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ പള്ളിമുറ്റത്ത് ഇത്രയും വണ്ടിയുണ്ടെന്ന്. ഓരോ വീടിനും ഇതിനേക്കാൾ വാഹനങ്ങളും ഇതിനേക്കാൾ ഉയർച്ച വരുമായിരുന്നു. നിങ്ങൾ കുറെ കൂടി ഉണർന്നെഴുന്നേറ്റാങ്കിൽ. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്, സിയോനെ നീ പൊടിയിൽ നിന്ന് അത് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്ക്. മതിയായില്ലേ പൊടി കിടന്നത്? ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്. സിയോനെ നീ ഉണർന്നെഴുന്നേൽക്ക്. പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഉണർന്നെഴുന്നേൽക്കേണ്ട ഒരു കാലമാണിത്. കാരണം ഇന്നൊരു ചേട്ടൻ പറഞ്ഞതുപോലെ, അച്ചോ എൻ്റെ വീടിന്റെ താഴെ ഞങ്ങൾ താമസിക്കുന്നു, വീടിന്റെ മുകളിൽ റിസോർട്ടാണ്, ഹോം സ്റ്റേ. ഹോം സ്റ്റേ എന്ന ഇംഗ്ലീഷ് വാക്ക് കേൾക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ ഈ വാക്ക് കേട്ടിട്ട് എന്നോട് കോപിക്കരുത്. ഒരു ഹോം സ്റ്റേ നടത്തുന്ന ഒരാൾ പറഞ്ഞു, അത് പക്കാ മലയാളത്തിൽ പറഞ്ഞ വ്യഭിചാരവാച്ച. അത് പക്കാ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും സംഭവം സൂപ്പറാണെന്ന്. 50% ഇതിനകത്ത് മുഴുവൻ 100 ഇതാന്നല്ല പറയുന്നേ. ഒരു വീട്ടിൽ ആ വ്യക്തി പറയാണ്, അച്ചോ എൻ്റെ വീടിന്റെ മുകളിലേക്ക് ഞാൻ വെൽഡ് ചെയ്തിട്ടൊരു നട, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ടാക്കി, ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തിനാണ്? ബാംഗ്ലൂർ, കോയമ്പത്തൂർ നിന്ന് പിള്ളേരിങ്ങ് വരും. പിള്ളേര്, ഒരു ചെറുക്കനും ഒരു പെണ്ണും. 3000 രൂപ കിട്ടും ഒരു മണിക്കൂറത്തേക്ക്. അയാളുടെ പെര, അയാളുടെ വീടിന്റെ മുകൾ ഭാഗത്തെ ഒരു മുറി വാടകയ്ക്ക് കൊടുത്താൽ ഒന്നും അറിയണ്ട. എന്തിനാ നമ്മൾ പറമ്പിൽ കാപ്പി നടന്നുവെച്ചാ? എന്തിനാ കാപ്പിക്ക് കവാത്ത്? ഇതും വളരെ സുഖല്ലേ? പെരയുടെ മുകളിൽ ഇങ്ങനെ 1 മണിക്കൂർക്ക് 3000 രൂപയ്ക്ക് വ്യഭിചാരത്തിന് വിട്ടുകൊടുത്താൽ കാലാവസ്ഥ മാറിയത് ഇതുകൊണ്ടാണോ? വയനാട്ടിൽ പല സ്ഥലങ്ങളിലും പൈസ മാത്രം, സുഖിക്കല് മാത്രം. ദേഷ്യപ്പെടരുത്, ഇതൊക്കെ ആരെങ്കിലും ഒക്കെ പറയണ്ടേ?
ദൈവവചനം പറയുന്നൊരു കാര്യമുണ്ട്. സാഹചര്യം അനുകൂലമാണേലും പ്രതികൂലമാണേലും പറയണം, ആരെങ്കിലുമൊക്കെ പറയണം. നമ്മുടെ നാട് പുറകോട്ട് പോകുന്നത് നമ്മുടെ ഉള്ളിലെ നന്മ വെട്ടി നശിപ്പിച്ചു, വിശുദ്ധി നഷ്ടപ്പെടുത്തി കളഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ കുറെ കൂടി ഉണർന്നെഴുന്നേൽക്കാനുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടട്ടെ. ഈ 50 നോമ്പിന്റെ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അഭിഷേകം കിട്ടട്ടെ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തണം. ഒറ്റ കാര്യം കൂടെ പറയാം, ഒറ്റ കാര്യം കൂടെ. നിങ്ങളുടെ ഭവനത്തിൽ ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ ചിലർ പറയില്ലേ, ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് കുടിക്കുന്നു, മദ്യപിക്കുമ്പോൾ എന്താ വെച്ചാൽ പ്രശ്നം? എൻ്റെ ഭാര്യയോട് ചോദിച്ചു നോക്ക്. അവൾക്ക് ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുക്കാറുണ്ട്, ഭക്ഷണം മേടിച്ചു കൊടുക്കാറുണ്ട്, വേണ്ടത് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ന്യായമാണ് നമ്മൾ പറയുന്നത്. എന്നാൽ അറിയാത്തൊരു കാര്യം പറയാം. ഒരു വ്യക്തി ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു മദ്യപാനം നമ്മുടെ ഭവനത്തിൽ ചെയ്യുമ്പം ആ മദ്യപാനത്തിന്റെ ദുഷ്ടാരൂപി ആ വീടിന്റെ ഭിത്തിയിൽ പറ്റിയിരിക്കും. എന്നിട്ട് ആ മദ്യത്തിന്റെ ദുഷ്ടാരൂപി എന്നാ ചെയ്യുമെന്നറിയോ? വളർന്നു വരുന്ന 2ലും 3ലും 4ലും പഠിച്ച് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കും അത് ചിരിച്ചോണ്ട്. നിങ്ങൾ തന്നെ വീടിന്റെ ഫ്രിഡ്ജിലും വീടിന്റെ അകത്തും ഒളിപ്പിച്ചും അല്ലാതെയും ഒഴിച്ചു കുടിച്ച ചാരായത്തിന്റെ ദുഷ്ടാരൂപി നിങ്ങളുടെ ഭിത്തിയിലും ജനലും പിടിച്ചു തൂകിയിരിക്കും, പോവില്ല. അതുകൊണ്ട് ആ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്, താളിയും കാരവും ഉപയോഗിച്ച് കഴുകിയാലും പാപം അവിടെ തന്നെ പറ്റിയിരിക്കും. അത് ഉപേക്ഷിക്കുന്ന വരെ. ഒത്തിരി കുടുംബങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. വയനാട്ടിൽ +1 പഠിക്കുന്ന ഒരു ആൺകൊച്ച്, ഈ കുറഞ്ഞ നാളെ ആയിട്ടുള്ളൂ, +1 പഠിക്കുന്ന ഒരു ആൺകൊച്ച് പരീക്ഷയ്ക്ക് പോകുന്നില്ല. അമ്മ വീട്ടിൽ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കൊച്ചിന് പരീക്ഷയ്ക്ക്, എടാ ദോശ കഴിച്ചിട്ട് പോ. അമ്മ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് അല്പം ഈ സ്റ്റൗ കുറച്ച് വെച്ചിട്ട് വേഗം അവൻ്റെ യൂണിഫോം തേച്ച് കൊടുത്തിട്ട്, ഈ അമ്മ എടാ ഇട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അവൻ യൂണിഫോമിന്റെ ഒരു കൈ മാത്രം കയറ്റിയിട്ട് ദോശയും കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എടാ ഉടുപ്പിടറാ എന്നമ്മ പറഞ്ഞു. 2, 3, 4 പ്രാവശ്യം പറഞ്ഞപ്പം അവൻ ഒരു ദോശയുടെ ശകലം മാത്രം കഴിച്ചിട്ട് അതുപോലും ഇറക്കാൻ പറ്റാതെ, എടാ നിനക്ക് എന്നാ പറ്റി നമ്മ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ എൻ്റെ വായിനകത്ത് മുഴുവൻ വെള്ളപ്പുണ്ണുകളാണ്. അമ്മ നോക്കി, പെട്ടെന്ന് വിളിച്ച്, പരീക്ഷയ്ക്ക് പോകേണ്ട കൊച്ചാണ്, അപ്പരെ വിളിച്ച് വേഗം ജീപ്പേ കയറ്റി ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർ പരീക്ഷയ്ക്ക് മുമ്പ് ഈ കൊച്ചിനെ വായിൽ പുണ്ണ് തുപ്പല് പോലെ ഇറക്കത്തില്ലാതെ ഭയങ്കര പുണ്ണ് പോലെ ഇരിക്കുകയാണ്. ഡോക്ടർ പരിശോധിച്ചിട്ട് ചോദിച്ചു, നീ കുടിക്കുവോടാന്ന്. അപ്പൻ പെട്ടെന്ന് ഇങ്ങനെ അന്തം വിട്ട് കൃഷ്ണമണി ചാടി ഒരു പാത്രം വെച്ച് അതിനകത്ത് വീണേനെ. കൃഷ്ണമണിയെ, അപ്പൻ അത്ഭുതം, +1 പഠിക്കുന്ന കൊച്ചിനോട് കുടിക്കുവാണോ എന്ന് ഡോക്ടർ മാറ്റി നിർത്തി. അപ്പനോട് പറഞ്ഞു, ഈ കൊച്ച് മദ്യം കുടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. മദ്യം കുടിച്ചിട്ട് അവൻ അറിയാതിരിക്കാൻ വേണ്ടി വീട്ടിൽ ദേഹത്തടിക്കുന്ന സ്പ്രേ വായിലടിച്ചിട്ട് അലർജിയായിട്ട് പൊട്ടിയതാണിത്. അലർജിയായിട്ട് പൊട്ടി. എന്തിനാ വീട്ടിൽ വെച്ച് കുടിക്കുന്നേ? ഈ വ്യക്തിയുടെ ഹോബി നാട്ടുകാരെ സേവിക്കലാണ്. വീട്ടിൽ മദ്യം കൊണ്ടുവന്ന് വെക്കുക, ആ പല ആളുകളെയും വിളിച്ച് വീട്ടിൽ സേവിക്കലാണ്. ഭാര്യയോട് പറഞ്ഞിരിക്കുകയാണ്, നീ എന്നും വീട്ടിൽ അല്പം ഇറച്ചി കറി വെച്ചോണം. കറി, പന്നിയിറച്ചി, പോത്തിറച്ചി എപ്പം വന്നാലും അത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നു, ചൂടാക്കുന്നു, ഇളക്കി കൊടുക്കുന്നു. ഈ മകൻ തന്നെ 7ലോ 8ലോ തുടങ്ങി അതിന്റെ രുചി നോക്കി. നമ്മൾ മദ്യം കഴിക്കുമ്പോൾ, വീട്ടിൽ വെച്ച് പുകവലിക്കുമ്പോൾ, വീട്ടിൽ മോശം ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ അടുത്ത തലമുറയിലേക്ക് ഈ തിന്മ ചാടി പിടിക്കുമെന്ന് നിങ്ങൾ എന്താ അറിയാത്ത? പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാം കുറേ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട കാലമായില്ലേ? ഇനിയും നമ്മൾ എന്തിനാ ഇതിൽ തുടരുന്നേ? കാലങ്ങൾ കൊണ്ടും ചുറ്റും കണ്ണോടിച്ച് നോക്ക്. ഈ പള്ളിയിൽ നിന്നിട്ട് താഴോട്ട് ഒരു ഫൊറോന ചുറ്റും ജീവിതത്തിൽ കുറേ അനുഭവങ്ങൾ ഉണ്ടാകും. ഞാനും എൻ്റെ ഭാര്യയും, എൻ്റെ കടയും, എൻ്റെ ബിസിനസ്സും, എൻ്റെ പറമ്പും. അത് മാത്രമാകരുത്, ചുറ്റും കണ്ണോടിച്ച് നോക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നേ? എന്തുകൊണ്ടാണ് അതങ്ങനെ പറ്റിയേ? ജീവിതത്തിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവം പറയും, ഇന്ന കാരണത്താലാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ കേട്ടാൽ ഞെട്ടും. ഞാൻ ഇവിടെ പറയാൻ കൊള്ളുന്ന ഒരു രീതിയോ ഒന്നുമല്ല. അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്ന ഒരമ്മ ഒരാങ്കൊച്ചിനെയും ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ മുന്നിൽ നിർത്തിയിട്ട് കസേരയിൽ പോലും ഇരിക്കാൻ തയ്യാറാകാതെ 2 ഒരത്തേലേക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് കരയാണ്. ഞാൻ ചോദിച്ചു, എന്താ മച്ചി പ്രശ്നം? അച്ചോ, പറയാൻ പറ്റുന്ന കാര്യമല്ല. ഈ കൊച്ചു പഠിക്കുന്നത് തൊടുപുഴ, ഈ കൊച്ചു പഠിക്കുന്നത് തൃശ്ശൂര്, 2 സ്ഥലത്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സാമ്പത്തികം കുറവാണോ? സാമ്പത്തികം കുറവല്ലച്ചാ, എൻ്റെ 2 ആൺകൊച്ചും പെങ്കൊച്ചും ലോകത്തിൽ ഒരു കുടുംബത്തിൽ ഒരു മക്കളും ചെയ്യാത്തൊരു പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇത്രയും ചെറിയ പിള്ളേരോ?
അമ്മ പറയാണ് കണ്ണുനീരോടെ, അച്ഛ കണ്ണ് തെറ്റിയാൽ ആങ്ങളെയും പെങ്ങളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതുകൊണ്ട് ആ പാപമില്ലാതിരിക്കാൻ കൊണ്ടുപോയി വിട്ടിരിക്കുക തൊടുപുഴയിലും. എന്നിട്ട് ചുമ്മാ കുറച്ച് ദിവസം കാവല നിർത്തി പോലെ കൊണ്ടുപോയി നിർത്തി അതുപോലെ ഏൽപ്പിക്കും. അങ്ങനെ ഇത് ചുമ്മാ വന്ന പാപമാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഈ ചേച്ചിയെ വിവാഹം കഴിച്ച ഭർത്താവിൻ്റെ ഹോബി ഒറ്റ ഹോബിയുള്ളൂ, ബ്ലൂ ഫിലിം വീട്ടിൽ കാണുക. വീട്ടിൽ ബ്ലൂ ഫിലിം കണ്ട് ഇയാൾ പലപ്പോഴും ബ്ലൂ ഫിലിം കണ്ടിട്ട് വാതിൽ അടയ്ക്കാതെ പോയിട്ട് ഈ മക്കൾ കണ്ടിട്ട് ഈ വ്യഭിചാരത്തിന്റെ ദുർഭൂതം, ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വ്യഭിചാരത്തിന്റെ ഭൂതം എന്നല്ല, ഒരു അഡ്ജക്റ്റീവ് പോലെ ഉപയോഗിച്ചിരിക്കുക, വിശേഷണം കൊടുത്തിരിക്കുക. വ്യഭിചാരത്തിന്റെ ദുർഭൂതം. വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു വചനമല്ലേ, മറ്റെല്ലാ പാപവും ശരീരത്തിന്റെ വെളിയില, പക്ഷെ വ്യഭിചാരമാകട്ടെ അത് ശരീരം കൊണ്ട് ചെയ്യുന്ന പാപമാണ്. ഈ തിന്മ മക്കളെ പിടികൂടിയിരിക്കുക. നിങ്ങൾ വിചാരിച്ചില്ലേ വീട്ടിൽ വെച്ച് കുടിച്ചു തീർത്ത് തെറ്റാണോ? വീട്ടിൽ വെച്ച് ഇങ്ങനെ ചെയ്യാതെ തെറ്റാണോ? നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്ത തെറ്റിന്റെ പരിണിത ഫലം ഭിത്തിയിൽ ഒട്ടിച്ചു വച്ചോൽ ഇരിപ്പുണ്ട്. അത് ആ തിന്മ തൂത്താലും തുമ്മിയാലും പോകില്ല, അത് അടുത്ത തലമുറയെ ലക്ഷ്യമാക്കിയിരിക്കും. ഇനി നമ്മുടെ കുടുംബം തകരാനുള്ളൊരു കാര്യം എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ വിശുദ്ധിയില്ലാതെ നട്ട കുറെ കാര്യങ്ങളുണ്ട്. ഇത് കേൾക്കാൻ നിങ്ങൾക്ക് സമയം പോയോ? മടുത്തൊരു മാത്രം പറഞ്ഞേ ഹല്ലേലൂയ. മടുത്തില്ല, അന്ന് ഒരു 5 മിനിറ്റ് കൂടെ പറയാം. വിശുദ്ധിയോടെ നടുക. ശാലോം TV ആര് നട്ടതാണ്? അത് ഒരു ബെന്നി പുന്നത്ര എന്ന് പറയുന്ന ആൾ വിശുദ്ധിയോടെ നട്ട ഒരു കാര്യമാണ്. നട്ടത് അത് ഇന്നും തല ഉയർത്തി നിൽക്കുക. അതിന്റെ ശാഖ എവിടം വരെ എത്തി? അമേരിക്ക, യൂറോപ്പ്, എല്ലാ രാജ്യങ്ങളിൽ പടർന്നുകൊണ്ടിരിക്കുക. വിശുദ്ധിയോടെ നട്ടത്, വിശുദ്ധിയോടെ നട്ട ഒരു ധ്യാന കേന്ദ്രമാണ് ഡിവൈൻ ധ്യാന കേന്ദ്രം. ഇന്നും അതുണ്ട്. വിശുദ്ധിയോടെ നട്ട ഒരു ധ്യാന കേന്ദ്രമാണ് അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രം. ആളുകൾക്ക് അനുഗ്രഹമായി അത് ഉയർന്നു നിൽക്കുന്നു. വിശുദ്ധിയോടെ നട്ട ഒരു ധ്യാന കേന്ദ്രമാണ് മക്കിയാട് ധ്യാന കേന്ദ്രം. തല ഉയർത്തി നിൽക്കുന്നു. ഇനി നിങ്ങൾ നോക്കിക്കേ, വിശുദ്ധിയോടെ നട്ടത് മുഴുവൻ തല ഉയർത്തി നിൽക്കുന്നു. ഇനി വിശുദ്ധി ഇല്ലാതെ നട്ടതോ എല്ലാത്തിൻ്റെയും നടുവൊടിഞ്ഞിട്ടില്ലേ? കുറച്ചു നാളിങ്ങനെ ഉയർന്നു, അത് ഒടിഞ്ഞുപോയി. ശ്രദ്ധിച്ചേ, നമ്മൾ ക്രിസ്ത്യാനികൾ കർണാടകയിലും ചിക്കമംഗളൂരിലൊക്കെ പോയി ഇഞ്ചി, വാഴ കൃഷികൾ നടത്തുന്നു. എല്ലായ്പ്പോഴും കൃഷി ചെയ്ത് ഉള്ള വെയിലും ഉള്ള മഴയും കൊണ്ട് മുഖം വാടി 30 വയസ്സാകുമ്പോഴേ 45 വയസ്സിന്റെ രീതിയിൽ അവരുടെ ചർമ്മമായി കഴിഞ്ഞിരിക്കുന്നു. ഉള്ള വെയിലും ഭക്ഷണം കറക്റ്റ് കഴിക്കാതെ ഏതോ നാട്ടിൽ പോയി ലാഭം ആഗ്രഹിച്ച്, ഉയർച്ച ആഗ്രഹിച്ച് കൃഷി നടന്നു. എന്നിട്ട് വരുന്നത് എങ്ങനെയാ? ദുഃഖിച്ച്, നഷ്ടമാണച്ച 5 ലക്ഷം പോയി, 6 ലക്ഷം പോയി, നഷ്ടമാണ്. ഞാൻ ഇരുന്ന് പരിശോധിച്ച്, ദൈവമേ, ഈ ക്രിസ്ത്യാനികളായ ഈ ചേട്ടന്മാരുടെ അത്രയും അധ്വാനിക്കുന്ന വേറൊരു മതസമൂഹത്തിലെ ആളുകളില്ല. ഒരു ഹിന്ദു മതസമൂഹത്തിൽ വെച്ച് നോക്ക്, മുസ്ലിം മതസമൂഹത്തിലെ ആളുകളെ നോക്ക്, ക്രിസ്ത്യാനികളായ നമ്മളെപ്പോലെ വെയിലും മഴയും കൊള്ളണം ആരാ ഉള്ളത്? ഒരു വെറുതെക്കാരന് പോലും കരച്ചിൽ വരും ഒരു ക്രിസ്ത്യാനി വെയിൽ കൊണ്ട് പണിയെടുക്കുന്ന കണ്ടാൽ, വാഴയ്ക്കകത്തും ഇഞ്ചിക്കകത്തും ഒക്കെ പണിയെടുക്കുന്ന കണ്ടാൽ. എന്നിട്ട് എന്താ ദൈവം അതിന് ഫലം കൊടുക്കാത്തത്? ദൈവം ഒരു ഉത്തരം നൽകുന്നു. ഇഞ്ചി നടുന്ന കൈ വിശുദ്ധമല്ല, വാഴ നടുന്ന കൈ വിശുദ്ധമല്ല. എല്ലാവരും 100, 10, 20 ഏക്കർ ഇഞ്ചി നടുന്നില്ലേ? നിങ്ങൾ ആത്മശോധന ചെയ്ത് നോക്ക്. വിശുദ്ധിയോടെ നട്ട ഒരു ഇഞ്ചി ഒന്നും സംഭവിക്കുകയില്ല. സങ്കീർത്തനം 37 അധ്യായത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധിയോടെ നട്ട ഒരു കാര്യത്തിന് ചുറ്റും ദൈവം തന്റെ ഭക്തർക്ക് ചുറ്റും പാളയം അടിച്ച് അവിടെ നിൽക്കും. കർണാടകയിൽ പോയി ഇഞ്ചി 10 ഏക്കർ സ്ഥലത്ത് ഇഞ്ചി നട്ട വിശുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് കൈ കൊണ്ട് ഇഞ്ചി നട്ടതെങ്കിൽ അത് നടുവൊടിയാൻ ഇടവരില്ല. നിങ്ങൾ വേണേ പരിശോധിച്ച് നോക്ക്. ഞാൻ പറയുന്നത് ഒരു ധ്യാന പ്രസംഗമായി കേട്ട് ഈ ചെവിയിലൂടെ കളയരുത്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. അടുത്ത പ്രാവശ്യം കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 10 വാഴ ഇന്ന സ്ഥലത്ത് ഒരു 1000 വാഴ നട്ടു നോക്ക്. എങ്ങനെ? വിശുദ്ധിയോടെ വിശുദ്ധിയോടെ നട്ടു നോക്കിക്കേ. ഇഞ്ചിയും വാഴയൊക്കെ വിശുദ്ധിയോടെ നട്ടാൽ ദൈവം പറയും, അത് ഒരിക്കലും ഒരെണ്ണത്തിന്റെ പോലും നടുവൊടിയാതെ അതൊരു ഉയർച്ചയ്ക്ക് കാരണമാകുന്ന രീതിയിൽ ദൈവം തന്റെ ഭക്തർക്ക് ചുറ്റും പാളയമടിക്കും. പാളയം. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊന്ന് പരിശോധിച്ച് നോക്ക്. ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നു. ഞാൻ പറഞ്ഞത് ബൈബിളാണ്. ഇനി നമ്മുടെ മക്കളുടെ കാര്യം എടുക്കട്ടെ. 10, 20 വയസ്സാകുമ്പോ കഞ്ചാവ്, 10, 20 വയസ്സാകുമ്പോ പറഞ്ഞാൽ കേൾക്കുകയില്ല. 10, 20 വയസ്സാകുമ്പോ പള്ളിക്ക് പുറത്ത് ഈ മുറ്റത്ത് റോട്ടിൽ കൂടെ പോലാരും പോലും പള്ളി കയറുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പിശാചിനറിയാം, നിങ്ങളുടെ കുടുംബത്തിലെ ആരെയും തോപ്പിക്കണമെങ്കിൽ പിശാചിന് ഒറ്റ വഴിമതി. തരിയോട് ഇടവകയിലെ ഏതെങ്കിലും ഒരു വ്യക്തി 10 ദിവസമായിട്ട് പള്ളി കയറുന്നില്ലെന്ന് കരുതുക.
പിശാചിന് എളുപ്പമാണ് ആ വ്യക്തിയെ തോപ്പിക്കാൻ. ഇച്ചിരി പ്രാഞ്ചാനാകുമ്പോൾ, ഇച്ചിരി ആരോഗ്യവും ഈ കൈയുടെ ഈ ഭാഗത്തും ഇച്ചിരി മസിൽ വെച്ച് കഴിയുമ്പോൾ, കാലും ഒക്കെ ഓടുമ്പോഴും നടുവിന് വേദനയോ പ്രശ്നമോ ഇല്ലാതാകുമ്പോൾ നമ്മൾ ചോദിക്കും, ഈ പള്ളിയുടെ മുമ്പിൽ ഭാഗത്തുനിന്ന് ചോദിക്കും, ചുമ്മാ നിൽക്കുന്ന ഒരു പള്ളി, എന്തിനാ പള്ളി എന്തിനാണെന്ന് രോഗമായി കിടക്കുന്ന വേദനിക്കുന്ന ആൾക്കാരോട് പോയി ചോദിച്ചു നോക്ക്. അവര് പറയും, ദൈവം ഒന്ന് പോകാൻ ഒത്തിരുന്നെങ്കിൽ, ഒന്ന് ആഗ്രഹിച്ചിരിക്കും. പള്ളി കയറ്റാതെ അകറ്റും. ശ്രദ്ധിച്ച് കേട്ടോ, ഒറ്റ കാര്യം കൂടെ. പല കുടുംബത്തിലെയും മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. പലരും അന്യജാതിക്കാരനെ സ്നേഹിക്കുന്നു, പ്രേമിക്കുന്നു. ക്രിസ്ത്യാനി അല്ല സ്നേഹിക്കുന്നത്, അന്യജാതിക്കാരനെ. ഇനി നിങ്ങൾ ചിന്തിക്കുക, അന്യജാതിയിൽ നിന്ന് എത്ര പേര് ഇങ്ങോട്ട് വരുന്നു? 1000-1, 10-100. ഇവിടുന്ന് അങ്ങോട്ടോ താമരശ്ശേരി രൂപതയിൽ എത്രയോ ആളുകളാണ് വിവാഹം ചെയ്തത് എന്ന് ചോദിച്ചാൽ 70-ൽ പരം ആളുകൾ എന്നാണ്. ഇത്രയോ വർഷത്തിനുള്ളിൽ അന്യജാതിക്കാരെ കല്യാണം കഴിച്ചു പോയത്. നിസ്സാരല്ല. നമ്മുടെ സമൂഹത്തിന്റെ തകർച്ചയും തളർച്ചയാണ് അത് കാണിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. എന്തുകൊണ്ടായി ഇങ്ങനെ? അതായത് നട്ടത് ശരിയല്ല. എന്തിനു നട്ടില്ല? എങ്ങനെ നട്ടു? മക്കൾക്ക് ജന്മം കൊടുക്കുമ്പം, ഇന്ന് പ്രത്യേകത കാണിച്ചു തരാം, 20, 25, 26 വയസ്സ് വരെ കുടിക്കും, ബഹളം വെക്കും, ചീത്ത പറയും, ബ്ലൂ ഫിലിം കാണും, മോശമായ വഴിയെല്ലാം ചെയ്യാൻ പറ്റുന്ന പാവമെല്ലാം ചെയ്തു കൂട്ടും. എന്നിട്ട് 27, 28 വയസ്സാകുമ്പോൾ വീട്ടിലൊരു അഭിപ്രായം പറയും, എനിക്കൊരു കല്യാണം കഴിച്ചാൽ കൊള്ളാം. ഓക്കെ, മാതാപിതാക്കൾ അവനെ ശ്രദ്ധിക്കുന്നു. നിനക്കൊരു കല്യാണം ആലോചിക്കാൻ ആ സമയമായി എന്ന് അവന് തോന്നുമ്പോൾ അതാ വീട് പലപ്പോഴും ആലോചനയായി, മാട്രിമണിയായി, പരസ്യമായി ആളുകളെ ബ്രോക്കർമാരോട് ബന്ധപ്പെടാൻ തുടങ്ങി. എന്നിട്ട് എങ്ങനെയേലും ഒരു കല്യാണം ഒപ്പിച്ചു കൊണ്ടുവരും. മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നത് എങ്ങനെയേലും ഒന്ന് കല്യാണം നടക്കട്ടെ എന്ന് മാത്രമാണ്. കല്യാണം നടക്കുന്നു. കല്യാണം നടന്നു കഴിഞ്ഞ് 1.5 വർഷം കഴിയുമ്പോൾ ഇതാ ഒരു കുഞ്ഞ് പിറക്കുന്നു. ഈ കുഞ്ഞ് എങ്ങനെയാ ഉണ്ടായത്? ഈ വ്യക്തി ശരിക്കും മാനസാന്തരപ്പെട്ട് വിശുദ്ധിയിലല്ല ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? പാപത്തിൽ, തിന്മയിൽ, അശുദ്ധിയിൽ, വ്യഭിചാരത്തിന്റെ ദുർബോധവും മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിനും ഡ്രഗ്സിന്റെയും അടിമയായ അവസ്ഥയിൽ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. ആ കുഞ്ഞിന് കുറച്ചു നാൾ കഴിയുമ്പോൾ 5 വയസ്സാകുമ്പോൾ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നു. ഒരു കുഴപ്പമില്ല. ആ കൊച്ചിന് 5 വയസ്സ്, 5ാം ക്ലാസ്സിലെത്തുന്നു, 10ാം ക്ലാസ്സിലെത്തുന്നു. 10ാം ക്ലാസ്സിലെത്തുമ്പോൾ മുതൽ ഏതവസ്ഥയിൽ നട്ടോ ആ അവസ്ഥ പല രീതിയിൽ പുറത്തു വരും. +2 കഴിയുമ്പോഴത്തേക്കും ഇതാ പറഞ്ഞാൽ കേൾക്കില്ല, ഒന്ന് പറഞ്ഞാൽ 2 തിരിച്ച്, പള്ളി വരത്തില്ല, പ്രാർത്ഥനയില്ല. നട്ടതിന്റെ പ്രശ്നമാണ്. പരിഹാരം ചെയ്ത് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, വിശുദ്ധിയോടെ നട്ടത് മുഴുവൻ ഒന്നും നടുവൊടിഞ്ഞിട്ടില്ല. വിശുദ്ധിയോടെ നട്ട ഒന്നും എവിടെയും തകർന്നിട്ടില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ പറഞ്ഞ സമയം വിശുദ്ധിയോടെ ആളുകൾ പറയുന്നു നമ്മുടെ ജീവിതം. ചില ആളുകൾ പറയുന്നില്ലേ, ഉയരാതെ വരുമ്പോൾ പറയുന്നതെന്നറിയോ? വീട് പൊളിച്ച് പണിയാത്തതിൻ്റെയാണ്. കന്നാലിക്കൂടിരിക്കുന്ന സ്ഥലം ശരിയല്ല, കോഴിക്കോടിരിക്കുന്ന സ്ഥലം ശരിയല്ല. നിങ്ങൾ ഉടനെ ചെയ്യും, ഏതോ ഒരു പൊട്ട കൗൺസിലർ പറഞ്ഞിരിക്കുന്നു വീടിരിക്കുന്ന സ്ഥലം ശരിയല്ല, കോഴിക്കോടിരിക്കുന്ന സ്ഥലം ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? അത് പൊളിച്ചു പണിയാൻ പോകുന്നു. ഞാൻ പറയുന്നിട്ടെ ഈശോയുടെ നാമത്തിൽ, കോഴിക്കോടിരിക്കുന്ന സ്ഥലം ശരിയല്ലാത്ത സ്ഥലങ്ങളുണ്ട്, കന്നാലിക്കൂടിന്റെ ഇരിപ്പ് ശരിയല്ലാത്ത സ്ഥലങ്ങളുണ്ട്, വീടിന്റെ ഇരിപ്പ് ശരിയല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അത് ശരി തന്നെ. പക്ഷേ അതിനേക്കാൾ വലിയൊരു പ്രശ്നമാണ് അഴിച്ചു പണിയേണ്ടത്, പൊളിച്ചു പണിയേണ്ടത് കന്നാലിക്കൂടല്ല, കോഴിക്കോടല്ല, പിന്നെയോ അവനവന്റെ ജീവിതമാണ്. ആദ്യം ഫസ്റ്റ്, ഒന്നാമത് അഴിച്ച് പണിയേണ്ടത്. അതിനാ നാളെ ഒരു ദിവസം കണ്ണുകൾ അടയ്ക്കാം. ഞാൻ നിങ്ങളോട് ഈശോയുടെ നാമത്തിൽ ചോദിക്കട്ടെ, ഇങ്ങനെ പറയാൻ മാത്രമുള്ള യോഗ്യത എനിക്കുണ്ടോ ഇല്ലയോ എന്നും അറിയില്ല. ദൈവത്തിന്റെ കരുണയിലാണ് ഇതെല്ലാം പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ഒരനുഗ്രഹത്തിന്റെ കരം ഈ തരിയോട് ദേശത്ത് നീട്ടിപ്പിടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഒരു കണ്ണുണ്ടെങ്കിൽ കണ്ടോ, വിശ്വാസത്തിന്റെ ഒരു കണ്ണ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ കണ്ടേ. ഇതാ ദൈവത്തിന്റെ വലിയൊരു കരം തരിയോട് ദേശത്തെ ഇടവകപ്പള്ളിയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ നീട്ടിപ്പിടിച്ചിരിക്കുകയാ. നാളെ നല്ലൊരു കുമ്പസാരം നടത്തിയാൽ, നാളെ നിങ്ങൾ ശരിക്കും പാപത്തെക്കുറിച്ച് അനുതപിച്ചാൽ, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ, ദൈവമേ ഈ പാപം ഞാൻ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു, ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ സർവശക്തനായ ദൈവം അന്തരീക്ഷത്തിൽ
കോടമഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത പ്രവർത്തനം, അത്ഭുത അഭിഷേകം, അത്ഭുത വിടുതൽ ഈ സ്ഥലത്ത് സംഭവിക്കുകയില്ലെന്ന് ആര് കണ്ടു? ദൈവത്തിന്റെ ശക്തി അത്ഭുതമായി പ്രവർത്തിക്കും, നിസ്സാരമല്ല. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് നമ്മൾ ധ്യാനത്തെയും പ്രാർത്ഥനയൊക്കെ പുറങ്കാല് കൊണ്ട് അടിച്ചു കളഞ്ഞ നാളുകളുണ്ട്. ഒരു സമയത്ത് ധ്യാനം വന്ന സമയത്ത് നമുക്ക് ബിസിനസ്സും കൃഷിയും വണ്ടി ഓടിക്കലും കൊച്ചുങ്ങളുടെ പഠിത്തമൊക്കെ പ്രധാനപ്പെട്ടതായി കണ്ടിട്ടുണ്ട്. പുറങ്കാലിന് തട്ടിക്കളഞ്ഞു. എന്തിന്? നിസ്സാരല്ലേ? ഒന്നും നിസ്സാരമല്ല. 2 കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. ഇത് എളിമയുടെ ഒരു കരമാകട്ടെ. ഇതൊരു മാനസാന്തരത്തിന്റെ അതാണ് വചനം പഠിപ്പിക്കുന്നത്. സിയോനെ, ജെറുസലേമേ, നീ കിടക്കുന്ന പൊടിയിൽ നിന്ന് നീ പൊടി തട്ടി എഴുന്നേൽക്ക്, അതിനുള്ള സമയമായി. 2 കരങ്ങളും ഉയർത്തി എളിമയോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.